സച്ചി സ്കൂട്ടർ ഷോപ്പിലെത്തി രേവതിയെ കോൾ ചെയ്യുന്നുണ്ട്. നിനക്കിഷ്ടപ്പെട്ട കളർ ഏതാ രേവതി? അത് പറയാൻ സച്ചി ആവശ്യപ്പെട്ടപ്പോ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഓ, സാരി എന്തെങ്കിലും വാങ്ങിത്തരാൻ വേണ്ടിയാണോ സച്ചിയേട്ടാ? കട പൂട്ടിപ്പോയതില് ഞാൻ കരഞ്ഞോണ്ടിരിക്കുവല്ലേ. സാരി വാങ്ങിത്തന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്ന് രേവതി ചോദിക്കുവാണ്. അല്ലെങ്കിലും നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു സാരി വാങ്ങി തന്നാ മതിയോ രേവതി എന്ന് സച്ചി ചോദിക്കുമ്പോ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് സാരികളുണ്ടല്ലോ, ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മിണ്ടാതെ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്, ഞാൻ ഊണ് തയ്യാറാക്കി വയ്ക്കാം എന്ന് പറയുവാണ് രേവതി. അതവിടെ വയ്ക്ക് രേവതി, നീ ആദ്യം ഇഷ്ടമുള്ള കളറ് പറയ് എന്ന് സച്ചി വീണ്ടും ചോദിക്കുവാണ്. വേണ്ട, വിട്ടേക്ക് സച്ചിയേട്ടാ. കാലത്ത് മുതല് അമ്മ വീട്ടുജോലി ചെയ്യാത്തതില് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി നിങ്ങൾ സാരി കൂടി വാങ്ങി തന്നാ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവൾക്ക് പുതിയ സാരി വാങ്ങിച്ചു കൊടുത്തോന്ന് ചോദിച്ച് എന്നെയാ വഴക്ക് പറയുന്നേ. എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ രേവതി പറയുവാണ്. അമ്മ പറയുന്നത് വിട്ടേക്ക് രേവതി, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയ് എന്ന് സച്ചി ആവശ്യപ്പെടുമ്പോ പറഞ്ഞാ കേൾക്കില്ലല്ലോ. എനിക്കെല്ലാ കളറും ഇഷ്ടമാണ്, എന്നാലും ഒരുപാട് ഇഷ്ടം റെഡ് കളറാണ് എന്ന് രേവതി മറുപടി കൊടുക്കുവാണ്. അത് കേട്ട് സച്ചി റെഡ് കളറിലുള്ള ഒരു സ്കൂട്ടി വാങ്ങിച്ച് ഉടനെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം എല്ലാവരെയും ഫോൺ ചെയ്ത് മുറ്റത്തേക്ക് വരാൻ ആവശ്യപ്പെടുവാണ് സച്ചി. എല്ലാവരും വന്നപ്പോൾ സച്ചി ഗേറ്റ് പൂട്ടി അതിനു മുന്നിൽ നിൽക്കുന്നത് കണ്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവനെ കാണിക്കാനാണോ എല്ലാരോടും വരാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ ആരും മിസ്സായിട്ടൊന്നുമില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുവാണ്. ഇതെന്താ സ്കൂൾ സ്റ്റുഡൻസിനെ നിർത്തിയിരിക്കുന്നത് പോലെ എല്ലാരോടും വന്ന് നിൽക്കാൻ പറയുന്നേ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. രേവതി വാ, ഇപ്പോൾ ഒരു സംഭവം ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്ന് സച്ചി പറയുമ്പോൾ അല്ല, ഷോറൂം വലതും ഓപ്പണിംഗ് ആണോ എന്ന് വർഷ ചോദിക്കുവാണ്. ആരിവനോ? കാലത്തൊരു കട എടുത്തോണ്ട് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി വണ്ടി ഓപ്പൺ ചെയ്യുകയാണ്. രണ്ടുപേരുടെയും ആദ്യ പേരുകൾ വച്ചിട്ടുണ്ട് കാറിൽ ഒട്ടിച്ചതുപോലെ. രേവതി സ്വന്തം കാലിൽ നിന്നും വിജയിക്കാനാ ഒരു കട വച്ചു കൊടുത്തത്. എന്നാ അവളുടെ വളർച്ച കണ്ട് ചിലരുടെ കണ്ണിന് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ടാ ശകുനിപ്പണിയൊക്കെ ചെയ്ത് കട പൂട്ടിച്ചത്. അത് പോയ വിഷമം രേവതിയുടെ മനസ്സ് ഒരുപാട് കഷ്ടപ്പെട്ടു. ശരിയച്ചാ, ഇവൾ വെറുതെ വീട്ടിലിരിക്കേണ്ടവളൊന്നുമല്ല, ഓടിച്ചാടി നടന്നിരുന്നവളാ. ചുമ്മാ ഇരിക്കാൻ ഇവൾക്കറിയില്ല. ഇവിടെ ചിലര് കാശ് സമ്പാദിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ രേവതി ഉണ്ടല്ലോ, അവള് കുഞ്ഞുനാള് മുതലേ സമ്പാദിക്കാൻ തുടങ്ങിയവളാണ് എന്നൊക്കെ ചന്ദ്രയെയും ശ്രുതിയെയും നോക്കി സച്ചി പറയുകയാണ്. അതെടാ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇപ്പൊ നീ എന്തിനാ ഈ വണ്ടി വാങ്ങിച്ചത് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ഇന്നു മുതലേ ഇതാണച്ചാ പുതിയ ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് സച്ചി. അത് കേട്ട് ചന്ദ്രയാകെ വല്ലാതായി നിൽക്കുവാണ്. സ്കൂട്ടറിൽ എങ്ങനെയാടാ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നേ എന്ന് രവി ചോദിക്കുമ്പോ ഇത് മൊബൈൽ ഫ്ലവർ ഷോപ്പാ അച്ഛാ. ഈ സ്കൂട്ടിയുടെ ബാക്കിൽ നിറയെ ഫ്ലവർ വെച്ച് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം. ഈ ബോക്സ് എത്ര ഫ്ലവർ വേണമെങ്കിലും എടുക്കും. രേവതി, നിനക്കിത് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് എന്നൊക്കെ സച്ചി ചോദിക്കുവാണ്. എന്തിനാ സച്ചേട്ടാ ഇപ്പൊ അനാവശ്യമായി കാശ് ചെലവാക്കാൻ പോയേ എന്ന് രേവതി ചോദിക്കുമ്പോ എന്ത് ചെലവ്? എനിക്ക് വേണ്ടി സ്വന്തം പണത്തിന് കാറ് വരെ വാങ്ങി തന്നില്ലേ നീ? അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? പഴയ കട പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, ഇപ്പൊ ഇതില്ലേ നിനക്ക്? എല്ലാരും ചെയ്യുന്ന ജോലിയേക്കാൾ വലുത് നീ ചെയ്യുന്ന ജോലിയാ രേവതി എന്ന് പറയുവാണ് സച്ചി. എന്താടാ ഈ ഷോപ്പിന് നമ്മുടെ അമ്മയുടെ പേര് കൊടുക്കാത്ത എന്ന് ശ്രുതി ചോദിക്കുമ്പോ അല്ല, പാർലർ അമ്മയുടെ പാർലറിന് അമ്മയുടെ പേരല്ലേ വച്ചത്, എന്നിട്ട് എന്തായി? പാർലറിന്റെ പേര് എടുത്തു മാറ്റേണ്ടി വന്നില്ലേ? ഫ്ലവർ ഷോപ്പിനും അമ്മയുടെ പേര് തന്നെയല്ലേ വച്ചത്, എന്നിട്ടോ കോർപ്പറേഷൻകാര് തൂക്കിക്കൊണ്ടു പോയില്ലേ? അതുകൊണ്ട് ആ പേരിന് രാശിയില്ല അച്ഛാ, അതാ രേവതിയുടെ പേര് വച്ചിരിക്കുന്നേ എന്നൊക്കെ സച്ചി പറയുമ്പോ ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കുവാണ് ചന്ദ്ര. ഈ ഐഡിയ ഉഗ്രനായിട്ടുണ്ട് സച്ചിയേട്ടാ, ഈ ഷോപ്പിന് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാലോ. പിന്നെ ഗേറ്റിന് പുറത്തു പോലും നമുക്ക് പാർക്ക് ചെയ്യാം. ഏട്ടത്തി ആരും ഒന്നും പറയാൻ വരില്ല. വീണ്ടും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതില് കൺഗ്രാറ്റ്സ് ഏട്ടത്തി, കൈ കൊടുക്ക് എന്നു പറഞ്ഞ വർഷ രേവതിയുടെ കയ്യിൽ പിടിക്കുവാണ്. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ താക്കോല് കൊടുക്കണച്ചാ എന്ന് സച്ചിൻ നിർബന്ധിച്ചപ്പോ
രവീന്ദ്രൻ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. ശേഷം രേവതിയുടെ കയ്യിലേക്ക് അവര് രണ്ടുപേരും താക്കോല് കൈമാറുന്നുണ്ട്. രേവതി കാല് തൊട്ട് അനുവാദമൊക്കെ വാങ്ങിച്ച് അതിലേക്ക് കയറാൻ നോക്കുവാണ്. ഇനി മേലില് ആരും നിന്നെ പണിയില്ലാതെ ചുമ്മാ വീട്ടിലിരിക്കുന്നവളെന്ന് കുറ്റം പറയാൻ വരില്ല രേവതി. വണ്ടിയെടുത്ത് ഓടിക്ക്. അല്ല, ഇത് ഓടിക്കാൻ നിനക്കറിയാമോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ്. പിന്നിൽ വന്നിരിക്കു സച്ചിയേട്ടാ നിങ്ങള്, അപ്പോ അറിയാം ഓടിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് എന്ന് പറഞ്ഞ രേവതി വണ്ടിയില് സച്ചിയെ കയറ്റിക്കൊണ്ട് പോവാണ്. അത് കണ്ട് ശ്രുതിയും ചന്ദ്രയൊക്കെ ദേഷ്യത്തിലകത്തേക്ക് പോകുന്നുണ്ട്. രേവതി, നീ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സച്ചി അവളെ അഭിനന്ദിക്കുവാണ്. അതേസമയം ശ്രുതിയോട് ദേഷ്യപ്പെടുവാണ് ശ്രുതി. നീ സച്ചിയെ കണ്ടില്ലേ? വൈഫിന് ഫ്ലവർ ഷോപ്പ് ഇട്ടുകൊടുത്തു. അവന് വേണ്ടി രേവതി സ്വന്തം പണത്തിന് കാറ് വരെ വാങ്ങിക്കൊടുത്തു. ശ്രീകാന്തും വർഷയും ജോലിക്ക് പോയിട്ട് നല്ല കാശ് സമ്പാദിക്കുന്നുണ്ട്. ഉടനെ ശ്രീകാന്ത് കാറും വാങ്ങുമെന്നാ പറയുന്നേ. അവരുടെയൊക്കെ ലൈഫിലെല്ലാം നടക്കുന്നുണ്ട്. എന്നാ നമ്മളോ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുമ്പോ, അവരുടെ ലൈഫിലെല്ലാം നടക്കുന്നുണ്ട്, ശരിയാണ്, അതെ അവര് ജോലിക്ക് പോകുന്നോണ്ടാണ് എന്ന് ശ്രുതി പറയുമ്പോ, നീ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് കുത്തി പറയുകയാണോ? അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. നാളെ ശ്രീകാന്ത് റെസ്റ്റോറന്റ് തുടങ്ങുന്നത് അമ്മായി അച്ഛന്റെ പണം കൊണ്ടായിരിക്കും. നിന്റെ അച്ഛൻ എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങുന്നേ എന്ന് ശ്രുതി ചോദിക്കുവാണ്. എന്റെ സിറ്റുവേഷൻ നിനക്കറിയാവുന്നതല്ലേ ശ്രുതി. എന്റെ അച്ഛൻ എപ്പോ ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നേക്കാൾ വലുത് നിനക്ക് എന്റെ അച്ഛന്റെ പണമായിരുന്നു അല്ലേ? അത് കിട്ടാൻ വേണ്ടിയാണോ നീ എന്നെ മാരേജ് ചെയ്തത്? ഇല്ലെങ്കിൽ നീ എന്തിനാ അച്ഛനെ പറ്റി ചോദിക്കുന്നത്? അതാദ്യം സ്റ്റോപ്പ് ചെയ്യ്. അങ്കിള് കൊടുത്ത 50 ലക്ഷം നീ കൊണ്ടുപോയി തുലച്ചില്ലേ? ആ പണം വീണ്ടും നമ്മുടെ കയ്യിലേക്ക് തന്നെ വരണം എന്ന് പറയുവാണ് ശ്രുതി. അതെങ്ങനെ വരും? അവളെടുത്ത് കാനഡയിലേക്ക് ഓടിപ്പോയില്ലേ എന്ന് ശ്രുതി പറയുമ്പോ, ആ പെണ്ണിന്റെ പേരെന്താ എന്ന് ശ്രുതി ചോദിക്കുവാണ്. നീലിമ എന്ന് ശ്രുതി പറഞ്ഞപ്പോ, ആ നീലിമ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗമാണ്. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് എടുത്തോണ്ട് പോയ പണം തിരികെ വാങ്ങിക്കണം. അവള് കാനഡയിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഏജൻസി മാർഗമല്ലേ അവള് പോയിരിക്കുന്നേ. ആ ഏജൻസിയിൽ പോയി അവളെ പറ്റി ചോദിക്കാം. ഉറപ്പായും അവളുടെ അഡ്രസ്സ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു ശ്രുതിയെ വിളിച്ചോണ്ട് ഏജൻസിയിലേക്ക് പോവാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാനഡയിലേക്ക് പോവാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ഫോട്ടോ എന്ന് പറഞ്ഞു ശ്രുതി നീലിമയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോ അവളുടെ ഫോട്ടോ നീ ഇത്രയും നാള് മൊബൈലിൽ വച്ചിട്ടുണ്ടായിരുന്നു അല്ലടാ? ഇങ്ങതാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവളുടെ ഫോട്ടോ വാങ്ങി നോക്കുവാണ്. ഇവളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ശ്രുതി ചോദിച്ചപ്പോ, സോറി, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുവാണ് സ്റ്റാഫ്. നമ്മളെ നീലിമയുടെ ഫ്രണ്ട്സ് ആണ്. കാലത്ത് അവളുടെ മുത്തശ്ശി മരിച്ചു. അതുടനെ അവൾക്ക് ഇൻഫോം ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ കയ്യിൽ അഡ്രസ് ഇല്ല. അവളുള്ള സ്ഥലം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്, എന്നാലേ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് തരാൻ പാടില്ല എന്നാ ഇവിടുത്തെ റൂള്. സോറി മാഡം എന്ന് പറഞ്ഞ സ്റ്റാഫ് അവരെ പറഞ്ഞു വിടുവാണ്. പണം കിട്ടാൻ അവളെ എവിടെ പോയി കണ്ടുപിടിക്കും ശ്രുതി എന്ന് ശ്രുതി പറയുമ്പോ, ഫീൽ ആവാതെ, അവൾ ഒരു ദിവസം നമ്മുടെ മുന്നിൽ പെടും ശ്രുതി. അവളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാശ് വാങ്ങിച്ചെടുക്കണം. എന്തു ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി അവനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ സമയത്ത് നീലിമ കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. കാറിൽ സഞ്ചരിക്കുമ്പോ അവള് ശ്രുതിയുടെ കൂടെയുള്ള നിമിഷങ്ങളൊക്കെ ഓർത്ത് അവന്റെ ഫോട്ടോ നോക്കി ചിരിക്കുവാണ്. അവള് കയറിയിരിക്കുന്നത് സച്ചിയുടെ കാറിലായിരുന്നു. ഏത് നാട്ടിൽ നിന്നാ മേഡം വരുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോ, കാനഡ എന്ന് അവൾ മറുപടി കൊടുക്കുവാണ്. ഓ, നിങ്ങളും കാനഡയിലായിരുന്നോ? ചിലർ ഇവിടുന്ന് കാനഡയിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എവിടെയാ മാഡം നാട് എന്നൊക്കെ സച്ചി ചോദിക്കുവാണ്. കേരളം തന്നെയാണ്. ഇപ്പോൾ കാനഡയിൽ സെറ്റിലായി. എന്താ നിങ്ങൾക്ക് അവിടെ പോകുന്നുണ്ടോ എന്ന് നീലിമ ചോദിക്കുമ്പോ, ഏയ് ഞാൻ എന്തിനാ മാഡം അവിടെയൊക്കെ പോകുന്നേ? എന്റെ വീട്ടിൽ ഒരുത്തനുണ്ട്. അവൻ കാനഡയിലേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുവാണ്. ആ നാട് നല്ലതാണോ മാഡം എന്ന് സച്ചി ചോദിക്കുവാണ്. യൈസ് ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് അവള് പറയുമ്പോ, നിങ്ങള് എന്ത് ജോലിയാ മാഡം ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി. ബിസിനസ് ആണ്. ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അതുകൊണ്ടാ വന്നത്. നാളെ അവിടെ പോണം. നിങ്ങളുടെ നെയിം എന്താ എന്ന് നീലിമ ചോദിക്കുമ്പോ, സച്ചി എന്ന് അവൻ പറഞ്ഞു കൊടുക്കുവാണ്. ആ സച്ചി, നാളെ എനിക്ക് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ ഓഫീസിൽ പോണം. നാളെ നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ലേ
എന്ന് ചോദിക്കുവാണ് നീലിമ. പോകാം മാഡം, ഈ നമ്പറിലേക്ക് തന്നെ കോൾ ചെയ്തോളൂ, ഞാൻ വന്നോളാം. മാഡം, കാനഡയിലേക്ക് പോവാനൊക്കെ ഒരുപാട് കാശ് ചെലവാകുമോ? വീട്ടിലൊരുത്തൻ കാനഡയിൽ പോണെന്ന് പറഞ്ഞ് 14 ലക്ഷം ചോദിച്ചു എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ്. ലാക്സ് ആക്കിയോ? ഞാൻ പോകുമ്പോ 10 ലാക്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നവള് പറയുമ്പോ, വർഷാവർഷം കാശ് കൂട്ടുന്നുണ്ടല്ലേ, ഇപ്പൊ എവിടെയാ മാഡം പോവേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോ, ഹോട്ടലിലേക്ക് പോവാം, നിങ്ങള് സ്ട്രെയിറ്റ് ആയി വിട്ടോ, ഞാൻ പറയാം എന്ന് നീലിമ പറഞ്ഞു കൊടുക്കുവാണ്.